എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കുട്ടിയ പൈസകളൊക്കെയാണ് ഞാൻ അതിട്ടാണ് എൻ്റെ അപ്പാക്ക് ഞാൻ ടീഷർട്ടൊക്കെ വാങ്ങണേ. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഒരു പൈസ ഒരു കുട്ടി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത് ഗൈസ്. ഞാൻ കിട്ടിയ പൈസ 1000 എടുക്കുന്നു. 6 നമ്മൾ ഷർട്ട് വാങ്ങാൻ എടുക്കുന്നു. ഷർട്ട് വാങ്ങുന്നു. അപ്പോൾ ഒരു കുട്ടിയെ പൈസ വേണം. ഞാൻ ഒരു കുട്ടിയെ പൈസ വേണം. യെസ്. അപ്പോൾ ഇതാ എടുത്ത് വെച്ചു. പിന്നെ എടുത്തേക്കാനുള്ളത് സാധനം വാങ്ങാനുള്ളതാണ്. പോസ്റ്റ് ഗൈസ്. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെപ്പാണ് പോണത്. ഇപ്പം കാണാതെയാണ് ഞാൻ വാങ്ങണത്. അപ്പോൾ ഒറ്റയ്ക്ക് പോയി കടയൊക്കെ വാങ്ങാൻ. പിന്നെ അവിടെ കണ്ടെത്തി വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി സാധനം വാങ്ങിയിട്ട് ഉപ്പാക്ക് സർപ്രൈസ് ആയി കൊടുക്കും. അപ്പം ഇനി നമുക്ക് പോകാം. ഏപ്രിൽ 15 അല്ലേ? കൂട്ടണ്ട. ഏപ്രിൽ 14 അല്ലേ? സത്യം പറഞ്ഞു. നിങ്ങൾ ബർത്ത്ഡേ എന്നാണ് ഏപ്രിൽ 14 വിഷു. 2 വർഷമായിട്ട് വിഷു 15-ാം തീയതി ആയിട്ടാണ് വരുന്നത്. ഏപ്രിൽ 14-ാണ്. അപ്പൊ ചപ്പാത്തി ഇവിടെ ചുട്ടോണ്ട് ഗ്യാസ് ഇല്ലാത്തോണ്ട് നമ്മൾ ചപ്പാത്തി ഇങ്ങനെയാണ് ചുടുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയായി. അപ്പം ഉപ്പ അവിടെ ഉണ്ട്. അപ്പം ഉമ്മ ഒക്കെയമ്മ ചൂടാണ്. എന്താ ചപ്പാത്തി ഇതാ അപ്പൊ അത് പൊളച്ച് വരികയാണ് അല്ലേ? ഞാൻ ചപ്പാത്തി ചൂടാണ്. അപ്പൊ ഒരെണ്ണം ചുറ്റി. അപ്പൊ അത് രണ്ടാമത്തേതല്ലേ? അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയമ്മ ഞാൻ ഇവര് വന്ന് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പ എന്റെ കടയിലായിരുന്നു ഗൈസ്. ഇപ്പൊ നിങ്ങളെപ്പോ പോയി സുബൈക്ക് പോയി ഉറക്കല്ല നേരെ പോയി വന്ന് അങ്ങനെ ഞങ്ങൾ 8 മണിക്ക് അവിടെ എത്തി. വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും കുളിച്ച് ഡ്രസ് മാറ്റി എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി. കാട്ടപ്പാറ ബസ്സിലല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് അനീസിന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം, നമുക്ക് എന്തെങ്കിലും അങ്ങനെ അവരറിയാതെ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കേക്കൊക്കെ മേടിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. നമുക്കിപ്പോ അനീസും ഇല്ല, മോനും ഇല്ല, മോള് മാത്രമുള്ളൂ. ഞാൻ മാത്രം. താത്തമ്മ മാത്രമല്ലോ ഗൈസ്. പിന്നെ താത്തമ്മ ഉണ്ടായപ്പോ നിങ്ങൾ പോയില്ലേ? ഇതെല്ലാരും വന്നു. ഇപ്പൊ ഇവരെല്ലാരും അനീസിനൊക്കെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി ഉപ്പ ജാക്കപ്പി വന്നില്ലേ? അപ്പൊ ഞങ്ങള് ബിരിയാണി വേണ്ടാന്ന് വെച്ചാണ്. മക്കളെല്ലാരും പറഞ്ഞു ബിരിയാണി വേണ്ടമ്മ. ബിരിയാണി വേണ്ടമ്മതാ ബിരിയാണി വേണ്ട. ഞങ്ങള് പൊറാട്ടയും അൽഫാമും വെക്കാന്ന് വെച്ചു. നമുക്ക് മൈക്കില്ല. അപ്പൊ ഉറക്ക പറയും. അപ്പൊ മൈക്കില്ല. അപ്പൊ ഞാൻ ആർക്കെ പറയണേ, നിങ്ങൾക്കൊന്നും കേൾക്കൂല. അപ്പൊ അൽഫാമും പൊറാട്ടയും പൊറാട്ട കിട്ടിയില്ല കടയിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ ചപ്പാത്തി കുബൂസും അൽഫാം പിന്നെ കേൾക്കുന്നു. അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേ അനീസിന്റെ എന്റെ മരുമകന്റെ ബർത്ത്ഡേ ആണ്. വിഷുവിന്റെ അന്നാണ്. ഏപ്രിൽ 14-നാണ്. 15 15-ടാ. 15 അല്ല 14. എനിക്കറിയില്ലല്ലോ.
വിളിക്കാതെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ഉപ്പാന്റെ കൂടെ പോയിട്ട് വാങ്ങിയതാണ്. അപ്പൊ എന്റെ പൈസക്കാണ് വാങ്ങിയത്. ഒരു കുട്ടിയ പൈസക്ക് 1000 റുപ്യാണ് കൊണ്ടുപോയത്. 1000 റുപ്യ കൊണ്ടുപോയത് ഗൈസ്. അപ്പൊ താത്തപ്പാടി ഇരിക്കണ്ട, എല്ലാരും ഇരിക്കണില്ലേ? അപ്പൊ ഫറാന് താത്തപ്പാക്ക് എന്താ വാങ്ങി? ഫറാന് താത്തപ്പാക്ക് എന്താ വാങ്ങി? ടീഷർട്ട്. താത്തപ്പ അറിയാണ്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നല്ലേ? താത്തപ്പാടെ പോയിട്ടാണ്. അതെന്താ? പക്ഷേ എന്നാലും താത്തപ്പ കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നാ കണ്ടിട്ടില്ല. അതിന് ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്നാ കാണാത്തതാണ്. അങ്ങനെ അതന്നെ വലിയതാ താത്തപ്പ പറഞ്ഞ വലിയതായിട്ട് കാണാണ്ട് പോയിട്ട് വാങ്ങിയാ മതി. ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് പടപ്പം പോയിട്ട് വാങ്ങാന്ന്. പിന്നെ ഫാരിസിക്ക് ഉവൈസിക്ക് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാരും കോഴിക്കോട് പോയില്ലേ. അപ്പൊ അവരില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവരെ ഒപ്പം പോയിട്ട് വാങ്ങിക്കാൻ പറ്റൂല. അമ്മ പറഞ്ഞ സമയത്ത് ഇവര് വിളിച്ചു, എന്നിട്ട് എനിക്ക് പറഞ്ഞില്ലേ എന്താ കാട്ടണത്? ചൂടെടുക്കണം. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഫുഡ്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ ഇത് ജാമപ്പന്റെ വക കേക്ക്, ഇത് കേക്ക് അല്ലേ? ഇത് ജാഫർക്ക് വാങ്ങിയ കേക്ക്, ഇത് ഫറാന് വാങ്ങിച്ച കേക്ക് അല്ലേ? ഇത് ഫറാന് വാങ്ങിച്ചു. അപ്പൊ ഇത് പല ബർത്ത്ഡേ ആണ് അല്ലേ? അപ്പൊ ആരെന്ന് ബർത്ത്ഡേ കുട്ടി? മൈ പപ്പ മൈ പപ്പേ അല്ലേ? വളരെ എന്താ വരാൻ പറയും എല്ലാവരും നമ്മൾ ജാഫർപ്പ ഇന്ന് താത്തപ്പാടി ജാഫർപ്പാടി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് രണ്ടാളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. രണ്ട് ബർത്ത്ഡേ ഒരേ ദിവസമാണ് ഗൈസ്. അപ്പൊ അതാണ് മനസ്സിലപ്പ അപ്പൊ ജാഫറിന്റെയും ഇന്ത്യ ബർത്ത്ഡേ ആണ് അല്ലേ? അല്ലാതെ ആരെന്ന് അറിയാനായി മുത്തച്ഛൻ. അപ്പൊ ഏതാ മുറിക്കാം നമ്മള്? ആദ്യം മുത്തച്ഛൻ മുറിക്കാം. മുത്തച്ഛൻ നേരത്തെ ഇളച്ചന്റെ ആയിക്കോട്ടെ. ഇത് എന്താണ് കോട്ടിലമ്മത്ത് കോട്ട കഴിച്ച ഇതെന്താ സാധനം? അതെന്താ സാധനം? രണ്ട് രണ്ടാ ഒരു മാങ്കോന്റെ ഒന്നും ഉണ്ടായിരുന്നു. മുറിച്ചിട്ടാല് എല്ലാരും പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്റെ കൈയടിക്കാ ചെറിയ കളിയായിരിക്കും മച്ചന്മാര് നിങ്ങളൊക്കെ. ഇപ്പാക്കിപ്പോ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പം ജാഫർപ്പാക്കൊക്കെ വാങ്ങിക്കണു, താർമ വാങ്ങിക്കൊടുത്തു. അപ്പം പിന്നെ അപ്പാക്ക് കൊടുക്കാൻ പോവാണ്.
അപ്പൊ ഇതാണ് ഗിഫ്റ്റ്. എന്തൊക്കെയാ പറയാനിത് നോക്കട്ടെ അല്ലേ? എന്താണ്? ടീഷർട്ട് അല്ലേ പറയാനേ? എടുത്ത ഡ്രസ്സിലാണ് ഇപ്പൊക്കെ ആ ടീഷർട്ട്. ഇതാണ് ഇപ്പൊക്കെ എടുത്ത്. എന്നിട്ട് ഇതാ ഇതാണ് ഇതാ. അപ്പൊ ഇത് ഉപ്പെടുത്താണ് ഞാൻ ഇട്ടേ. പിന്നെ ഇത് ഇതാണ്. കണ്ടോ നല്ല അടിപൊളി ഡ്രസ്സാണ്. അടിപൊളി പ്രിൻ്റൊക്കെ ഉള്ള ഡ്രസ്സാണ്. കണ്ടോ ഉണ്ടോ നല്ല പ്രിൻ്റിലെ ഡ്രസ്. അപ്പൊ ഇതാണ് ഇപ്പൊ കൊഞ്ഞി. ഇത് ഇപ്പൊക്കെ വാങ്ങിയ ബനിയന്. ഇവിടെയുള്ള ബനിയന്. ഇത് 2 പിന്നെ ഇത് ഉപ്പാക്ക് വാങ്ങിയ പാൻറ്. ഉണ്ടോ ഉപ്പാക്ക് വാങ്ങിയ പാൻറ്. ഇത്ര സാധനമാണ് ഉപ്പാക്ക് ഞാൻ വാങ്ങിയല്ലേ. ഇപ്പൊ ഇഷ്ടായോ? മാഷാ അല്ലാഹ് തബാറകല്ലാഹ് ഉഷാറായിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഓക്കേ നന്നായിട്ടുണ്ട് ട്ടോ. അപ്പൊ എന്റെ മോന് വാങ്ങി തന്ന ഗിഫ്റ്റ് ആണ് അല്ലേ? ജാബർബാഗ് അപ്പോൾ എടുത്തിരുന്നു. അപ്പൊ ഞങ്ങള് വീട് എടുത്തിണ്ടായിരുന്നില്ല. അപ്പൊ ഷൂവും പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങിക്കണേ. ഷായനാണ് വാങ്ങി. അപ്പൊ ഞാനും കൂടി പോയി. ഉപ്പാക്ക് എവിടുന്ന് വാങ്ങി? സിൽക്ക് മന്ത്രിന്നോ? അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമന്റുകളെ പറയാ. നല്ല അടുത്ത വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടാറ്റാ.